ചൈന കാരണം ഒരു രാജ്യം തന്നെ പൂർണ്ണമായും മുടിയാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ രാജ്യം വേറൊരു രാജ്യവുമല്ല, മാലിദ്വീപാണ് എന്നുള്ളതാണ്. ചൈനയെ അമിതമായി വിശ്വസിച്ച് ഒടുവിൽ കുഴിയിൽ ചാടി ഇപ്പോൾ ആ രാജ്യം തന്നെ പൂർണ്ണമായും നശിക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയുടെ തെക്കൻ അയൽക്കാരാണ് മാലിദ്വീപ് എന്ന് പറയുന്നത്. ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് മാലിദ്വീപ് നേരിടുന്നത്. ചൈനീസ് കടക്കണിയിൽ മാലിദ്വീപ് പെട്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ചൈനയുടെ കടബാധ്യത സാമ്പത്തിക പ്രതിസന്ധി വരുത്തിവെച്ചു. മാലിദ്വീപിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം അപകടകരമായ നിലയിലേക്ക് താഴ്ന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വായ്പാകട് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞേക്കില്ലെന്ന് രാജ്യം ഇപ്പോൾ ഭയപ്പെടുകയാണ്. പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ കീഴിൽ മാലിദ്വീപ് ചൈനയുമായി കൂടുതൽ അടുത്തിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് ദ്വീപ് രാഷ്ട്രം പരമ്പരാഗതമായി ഇന്ത്യയോട് അടുത്തിരുന്നതായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ചൈനയുമായി അടുത്തതിനു ശേഷം ഇന്ത്യയുമായി വലിയ രീതിയിൽ അവർ അകൽച്ചയിലേക്ക് പോയി. പകരം ഇന്ത്യ ഇവിടെ നിന്നും വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിലൂടെ മാലിദ്വീപിനെ തളയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും ഇപ്പോൾ ചൈനീസ് കടം കാരണം മാലിദ്വീപ് പ്രതിസന്ധിയിലാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഉടനെ തന്നെ ഒരു കലാപം പോലും മാലിദ്വീപിൽ പൊട്ടി പുറപ്പെട്ടേക്കാം. എന്തായാലും മനുഷ്യാവകാശ അഭിഭാഷകയും സ്വതന്ത്ര പത്രപ്രവർത്തകയുമായിട്ടുള്ള ദിമിത്രാസ് ചെക്കോ എഴുതിയ ഒരു ലേഖനം അനുസരിച്ച് ഡ്രാഗണിന്റെ വായ്പാ രീതികളും വ്യാപാര നയങ്ങളും മാലിദ്വീപിനെ സാമ്പത്തിക തകർച്ചയെ കൂടുതൽ വഷളാക്കി. കടത്തിന്റെ പ്രശ്നത്തിന്റെ വ്യാപ്തി അമ്പരിപ്പിക്കുന്നതാണ്. മാലിദ്വീപിന്റെ മൊത്തം കടബാധ്യത 2018 $3 ബില്യൺ നിന്ന് 2024 മാർച്ചോടെ $8.2 ബില്യൺ ഉയർന്നു എന്നാണ് വിചാരിക്കുന്നത്. 2029 ആകുമ്പോഴേക്കും ഈ കടബാധ്യത $11 ബില്യൺ ഉയരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചൈനയും ഇന്ത്യയുമാണ് പ്രധാനപ്പെട്ട മാലിദ്വീപിന്റെ വായ്പാക്കാർ എന്നും അറിയാൻ സാധിക്കുന്നു. എന്തായാലും വിദേശ നാണ്യ കരുതൽ ശേഖരം വലിയ അപകടകരമായ നിലയിൽ താഴ്ന്നതിനെ തുടർന്ന് മാലിദ്വീപിൽ ഏത് നിമിഷവും ശ്രീലങ്കൻ മോഡൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടയക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.